അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മയ്ക്ക് എല്ലാം സഭയാണെന്ന് പറഞ്ഞാൽ പറയുമ്പോൾ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ ഇങ്ങനെയുള്ള സംഭവമുണ്ട്. കർത്താവ് ഇല്ലാത്ത ഒരു സഭയുമുണ്ട്. ഞാൻ ഇല്ലാത്തൊരു കാലത്ത് നിങ്ങൾ എന്ത് ചെയ്യുമോ എന്നുവെച്ചാൽ കർത്താവ് ഉണ്ടാകുകയെ, പക്ഷെ നമുക്ക് അനുഭവവേദ്യമായിരിക്കത്തില്ല. അതാണ് വിഷയം. ഇപ്പോൾ ഭൂമിയുടെ സൂര്യനുണ്ടല്ലോ, പക്ഷെ മറുപറയാണ്. അപ്പോഴും നമ്മൾ ഇരുട്ടെന്നാണ് വിളിക്കണത്. പക്ഷേ സൂര്യൻ ഇല്ലാത്ത ഒരവസ്ഥ ഇരുന്നില്ല, പക്ഷേ മറുപുറമായിരിക്കും. ഞാൻ ഇല്ലാത്തൊരു കാലം. ജെറമിയ 23 നമുക്ക് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, 23 ഞാൻ വിദൂരത്തായിരിക്കുമ്പോഴും ഞാൻ തന്നെയല്ലേ നിങ്ങളുടെ ദൈവം എന്ന് ചോദിക്കണം. എന്തൊരു രസമൊക്കെ കേൾക്കാൻ. കാര്യം നമ്മൾക്ക് ദൈവാനുഭവം ഇല്ലെങ്കിലും ദൈവത്തിലുള്ള വിശ്വാസം നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അപ്പോഴേ ഈശോ ഈ അപ്പോസ്തലന്മാരോട് പറയണത്, ഈശോയ്ക്ക് ഞാനില്ലാത്തൊരു കാലമെന്ന് പറഞ്ഞില്ലേ, അത് പുതിയ ടെർമിനോളജി ഉപയോഗിക്കാൻ തുടങ്ങിയാണ് ആൾ. അത് താബോർ മലയിൽ നിന്ന് ഇറങ്ങി വരികയാണ്. താബോർ മലയിൽ എന്താണ് നടന്നത്, പിതാവും ഈശോയും തമ്മിൽ നടന്ന സംഭാഷണത്തിൻ്റെ ഒരു ചെറിയ ഒരു രൂപരേഖയാണ് പുറത്തേക്ക് വരുന്നത്. എന്താണ്, ഒരു റിലീഫ് പുറത്തേക്ക് വരികയാണ്. എന്താണ്, നീ ഇല്ലാത്തൊരു കാലം ഉണ്ടാകുമെന്ന്. അപ്പോൾ ഞാനില്ലാത്തൊരു കാലത്തെക്കുറിച്ച് തന്നെയാണ് താബോറിൽ ഈശോ തേങ്ങിയത് ശരിക്കും. കാര്യം അതൊക്കെ മുമ്പ് ഈശോ പീഡാനുഭവത്തെക്കുറിച്ച് 1-ാം പീഡാനുഭവം പറയുന്നുണ്ട്. മനുഷ്യപുത്രൻ ശത്രുക്കളിൽ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ പീഡിപ്പിക്കും, വധിക്കും, 3-ാം ദിവസം ഉയർത്തി നിൽക്കും. ഈ 3-ാം ദിവസം ഉയർത്തി നിൽക്കുമെന്ന് പറയുമ്പോഴും പീഡാനുഭവത്തിന് ഈശോയെ ശരിക്കും ഹോണ്ട് ചെയ്യുന്നുണ്ട്, അല്ലാതെ ആലോചനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പിതാവ് ഈശോ പറഞ്ഞത് മേ ബി നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുമല്ലോ. അതിനെ ഏലിയയെ കാണിച്ചു, പിന്നെ മോസസിനെയും കാണിച്ചിട്ട് പറഞ്ഞു, എപ്പോഴും ഇങ്ങനെ പീഡാനുഭവത്തെക്കുറിച്ച് ഓവറായിട്ട് ടെൻഷനാകണ്ട, ഉത്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞു. ഈ പിതാവ് എന്ത് രസമാണെന്നറിയാം. പിതാവാണ് പിതാവ്. ഞാൻ ഈശോനെ പ്രവർക്കും. പിതാവ് ഈശോയുടെ ഏറ്റവും വലിയ വിജയം പിതാവിനെ വെളിപ്പെടുത്തിയതാണ്. പിതാവ് പറയും, എപ്പോഴും നീ സമ്പൂർണ്ണ മനുഷ്യനായും കൂടി ആയതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ അങ്കലാപ്പുള്ളത്. പക്ഷേ യു ജസ്റ്റ് തിങ്ക് അബൌട്ട് ദ റിസറക്ഷൻ.